50 നേരം നിസ്കാരം. 50 നേരം നിസ്കാരം തന്നെ അഖീമുസ്സലാത്ത എന്ന് ഖുർആനിൽ 50 വട്ടാ വന്നിക്കണത്. അതിനാണ് ഈ അഖീമുസ്സലാത്ത് ഉണ്ടാക്കിക്കണവര്. പിന്നെ ഈ സലവാത്ത് എന്ന് ബഹുവചനത്തിൽ ഖുർആനിൽ വന്നത് 5 പ്രാവശ്യമാണ്. അങ്ങനെയാണ് ഈ 5 നേരം നിസ്കാരം ഉണ്ടാക്കിയത്. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലോ, ഈ കുല്ലുക്കും മിൻ ആദം ആദം മിൻ തുറാബ് എന്ന് പറഞ്ഞത് സംഗതി ഹദീസാണെങ്കിലും സംഗതി ശരിയാണ്. മനുഷ്യരെ നിങ്ങളൊക്കെ തുറാബാണ്. ഈ പ്രപഞ്ചത്തെ തുറാബായി കണ്ടാൽ അതിലെ മുഫ്രദാത്തുകൾ, ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളാണ് ആദം. ശരിയാണ്, നമ്മൾ ഇന്നത്തെ വായന ശരിയാണ്. തുറാബ് ഈ പ്രപഞ്ചമായി കാണുക, മണ്ണ് ഈ പ്രപഞ്ചത്തിലെ സർവ മുഫ്രദാത്തുകൾ, അതാണ് മുഫ്രദാത്തുൽ വുജൂദാണ് ആദം. ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ എന്തൊക്കെയുണ്ടോ ആ വസ്തുക്കളാണ് ആദം. അതിൽ നിന്ന് ഉത്ഭൂതമാവുന്ന അറിവുകൾ എന്തൊക്കെയുണ്ടോ അതാണ് അതിന്റെ ദൗജ്. അപ്പോ ചില ശരികളൊക്കെ ഉണ്ട്. നമ്മള് മിഹ്റാജ് ഒരർത്ഥത്തിൽ ശരിയാണ്, അറിവിലേക്കുള്ള കയറലാണ്. ഇതിനെ ആശയപരമായി വായിക്കുമ്പോൾ ശരിയാണ്. ഇത് കുറയ്ക്ക് നിനക്ക് ആരോടാണ് കടപ്പാട്? നിന്റെ ഉമ്മയോട് ഹദീസ്. അതെ, ഖുർആനിൽ 3 വട്ടാണ് ഉമ്മെന്ന് വന്നിക്കണത്. ഉമ്മുക്ക എന്ന് ഖുർആനില് 3 സ്ഥലത്താണ് വന്നിക്കണത്. സംഗതി ശരിയാണ്. ഇതെന്താന്ന് പറഞ്ഞാ, പക്ഷെ നമ്മളെ ഉമ്മാരാന്ന് പറഞ്ഞാ മറിയമാണ്. നമ്മുടെ ഉമ്മാരാണ് മറിയമാണ്. ഇവര് പറയണ എന്നെ പ്രസവിച്ച ഉമ്മയല്ല, മാക്കാന ഉമ്മുക്കി ബഗയ്യ, നിന്റെ ഉമ്മ ബഗയ്യല്ല എന്ന് പറയുന്നത് മറിയമിനോടാണ്. അതാണ് നമ്മുടെ ഉമ്മുൽ കിതാബ്, നമ്മുടെ അറിവിന്റെ ഉമ്മുൽ കിതാബ്. അപ്പൊ നമ്മള് ഈ ഖുർആനില് വാപ്പ ഉമ്മ സഹോദരൻ അതൊക്കെ നിരവധി തവണ പറഞ്ഞതാണ്, ഇനി പറയുന്നില്ല. ഖുർആനില് വാപ്പ ഉമ്മ ഏട്ടൻ അഞ്ചൻ സഹോദരൻ സഹോദരി എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ വിചാരിക്കണ്ട അതൊന്നും ജീവശാസ്ത്രപരമായ സഹോദരന്മാരല്ല. വാപ്പാന്ന് കേൾക്കുമ്പോ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളെ വാപ്പ ഇബ്രാഹിമാണ്. അതാണ് മുഹമ്മദ് ഈ വാപ്പയല്ല എന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ. അത് പിന്നെയും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെയും ഞാൻ പറയുന്നത്. ഇപ്പൊ 2-3 ദിവസം മുമ്പ് ചോദിച്ചു, മാക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. മുഹമ്മദ് നിങ്ങളുടെ ആരുടെയും റജലുകളുടെ ആരുടെയും വാപ്പയല്ല എന്ന് പറഞ്ഞാൽ എന്താ? മുഹമ്മദ് വാപ്പയല്ല, മുഹമ്മദ് നമ്മുടെ മർജഅല്ല. നമ്മളാരാണെന്ന് പറഞ്ഞാൽ നമ്മളായി മാറുക. അതാണല്ലോ ഇഖ്റ ബിസ്മി റബ്ബിക, നീ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. ഞാൻ മറ്റൊരാളുടെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കേണ്ടതില്ല. ഞാനാവുക. ഞാൻ ആരാണെന്നുള്ളതന്നെ തെരയുന്നത്. ഇപ്പോ അതാണ് നീയായി തീരുക. ഫയക്കൂൻ, അപ്പോൾ അതായി തീരുകയായി. ഇദാ അറാദല്ലാഹു ശൈഅൻ ഫയഖൂലു ലഹു കുൻ, നീയായി തീരുക. ഫയക്കൂൻ, അപ്പോൾ അവൻ അതായി തീരും. അപ്പോൾ അവനായി തീരും. അപ്പൊ ഞാൻ ആരാണെന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അന്വേഷണമാണ്, ഈ യാത്രയാണ് മനുഷ്യന്റെ ഒക്കെ രൂപഘടന. നമ്മളിലെ അനാനീയത്ത് കളഞ്ഞാ മതി. ഞാനെന്ന ഭാവത്തെ കളഞ്ഞാൽ കഴിഞ്ഞു പ്രശ്നം. 2 നെഫ്സ് നിൽക്കാൻ പാടില്ല. അതന്നെ, ഞാനെന്ന നെഫ്സിനെ കൊന്ന് അള്ളാഹുവിന്റെ നെഫ്സിൽ ലയിക്കുക. അത് കഴിഞ്ഞു. പിന്നെ അവന് ഭൂമിയിൽ ഒന്നിനോടും ആഗ്രഹമില്ല, ഒന്നിനോടും പകയില്ല. പിന്നെ ഒന്നിനോടും വിദ്വേഷമില്ല. നിങ്ങളിലുള്ളത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ എങ്ങനെ ഞാൻ കൊല്ലും? ഒറ്റ നെഫ്സാണ് എന്റതും നിങ്ങളതും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, എന്നിലെ ശക്തിയും നിങ്ങളിലെ ശക്തിയും ഒന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ വടിയെടുക്കും നിങ്ങൾക്ക് നേരെ? ഈ തിരിച്ചറിവാണ് മനുഷ്യന് കൊടുക്കുന്നത് ഖുർആൻ. ഇതിനപ്പുറം പിന്നെ ഖുർആന് പറയാനുള്ള ഇല്ല. ഉണ്ടോ?